ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ ഒരു കുപ്പി വിനാഗിരി ഉണ്ടെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാഴ്സൽ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലെ മൂടിയുള്ള ഒരു കുഞ്ഞു പാത്രമാണ് കേട്ടോ നമുക്ക് ഈ ആവശ്യത്തിനായിട്ട് വേണ്ടത്. ഒരു ചെറിയ പീസ് കോട്ടൺ മുറിച്ചെടുത്ത് നമുക്ക് ഈ പാത്രത്തിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഇല്ലെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് സിന്തറ്റിക് വിനിഗർ ആണ്. നമ്മുടെ കോട്ടൺ നന്നായിട്ട് മുങ്ങത്തക്ക രീതിയിൽ വിനിഗർ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വിനിഗർ കോട്ടന്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ പാത്രം ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിനകത്തുള്ള വിനാഗിരിയുടെ സ്മെല്ല് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് ആ പാത്രത്തിന്റെ മൂടിയിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത ഈ കുഞ്ഞു ബൗള് എന്തിനു വേണ്ടിയാണെന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ അരിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിനകത്തേക്കാണ് നമ്മൾ ആ റെഡിയാക്കി എടുത്ത കുഞ്ഞു പാത്രം വെച്ചു കൊടുക്കുന്നത്. അരിക്കുള്ളിലേക്ക് നമ്മൾ ആ പാത്രം ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് വരുന്ന വിനാഗിരിയുടെ ആ സ്മെല്ല് കാരണം ഒരു ചെള്ളോ വണ്ടോ പ്രാണിയോ ഒന്നും തന്നെ നമ്മുടെ അരിക്കകത്തേക്ക് പ്രവേശിക്കില്ല. അതുമാത്രമല്ല, നമ്മുടെ വിനീഗറിന്റെ അസിഡിക് സ്മെല്ലുള്ളത് കൊണ്ട് അരിക്കകത്ത് എന്തെങ്കിലും ചെള്ളോ വണ്ടോ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ദിവസം മുന്നേ എടുത്തു വെച്ച കഞ്ഞിവെള്ളം, അതായത് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കളയുന്ന ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു നോക്കാം. ഏകദേശം 1/2 ലിറ്ററോളം പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ സിന്തറ്റിക് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയുടെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ. 1/2 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മുടെ കഞ്ഞിവെള്ളവും വിനാഗിരിയൊക്കെ ചേർത്ത് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കതൊരു ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുത്ത ഈ കഞ്ഞിവെള്ളവും വിനാഗിരിയും ചേർന്ന ഈ മിക്സ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പും പച്ചമുളകൊക്കെ നല്ല തഴച്ചു വളരുന്നതിന് പറ്റിയ നല്ലൊരു മരുന്നാണിത്. പച്ചമുളക് ചെടിയിലും കറിവേപ്പിലയിലും ഒക്കെ കാണുന്ന ഇല ചുരുളൽ, അതുപോലെ തന്നെ ചാഴി, വെള്ളീച്ച തുടങ്ങിയവ തുരത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു കീടനാശിനി കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കഞ്ഞിവെള്ളവും വിനാഗിരിയും ചേർന്ന മിക്സ്. അതുമാത്രമല്ല, കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുക്കുമ്പോൾ അതിലെ പോഷക ഗുണങ്ങൾ ഇരട്ടിയാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ തഴച്ചു വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കി നമ്മുടെ മുളക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ മുളക് പോലും പൊഴിഞ്ഞു പോവുകയില്ല. മാത്രമല്ല, നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടിപ്പോവാറുണ്ടോ? ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ എത്ര പഴകിയ മുട്ടയാണെങ്കിലും ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ സാധിക്കും. മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടും തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ സിന്തറ്റിക് വിനീഗർ 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് പുഴുങ്ങിയെടുക്കാനുള്ള മുട്ടകൾ ഓരോന്നായിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇറക്കി വെക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഏകദേശം 1 മിനിറ്റ് നേരത്തേക്ക് തിളപ്പിക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഏകദേശം 5-6 മിനിറ്റ് കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. സാധാ വെള്ളത്തിൽ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ മുട്ട പൊട്ടിപ്പോകുമെന്ന് മാത്രമല്ല, അത് പുഴുങ്ങിയെടുത്തു കഴിയുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് കൂടിയാണ് നമ്മൾ പുഴുങ്ങുന്ന വെള്ളത്തിലേക്ക് സിന്തറ്റിക് വിനാഗിരി ഒരല്പം ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുഴുങ്ങിയെടുക്കുന്ന മുട്ടയ്ക്ക് ആ ഉളുമ്പ് മണം ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതുമാത്രമല്ല, വിനാഗിരി ചേർത്ത വെള്ളത്തിൽ മുട്ട വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ തോട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ സാധിക്കും. ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും ഇത്, എങ്കിലും അറിയാത്തവരുണ്ടാകുമല്ലോ, അവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കോഴികളുടെ മുട്ടയോ എന്തായാലും നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഈ മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുള്ളത്. മുട്ടയിലെ അഴുക്കും കീടാണുക്കളും അതുപോലെ തന്നെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഷ്ടവും ഒക്കെ വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിട്ടത്. ക്ലീൻ ആക്കാനുള്ള മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് മുട്ട മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ നമ്മുടെ സിന്തറ്റിക് വിനീഗറാണ് കേട്ടോ. മുട്ട കൂടുതലുണ്ടെങ്കിൽ വെള്ളത്തിന്റെയും വിനീഗറിന്റെയും അളവ് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് വെച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. മുട്ടയിലെ അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഒരു പിടി ഉപ്പ് കൊണ്ട് നമ്മുടെ ബാത്റൂം ക്ലോസറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറകളും അതുപോലെ തന്നെ തുരുമ്പിന്റെ കറയൊക്കെ നിശേഷം മാറ്റി കളയാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം.
ബ്രഷും വേണ്ട, കൈയിട്ടൊരുക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട. വെറുതെ ഒന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി. അതിനു വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പും എടുക്കാം കേട്ടോ. കല്ലുപ്പ് പെട്ടെന്ന് അലിഞ്ഞു കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പ് പൊടി എടുത്തത്. നമ്മളെടുത്ത ഉപ്പിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 വലിയ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പൊന്ന് അലിയിച്ചെടുക്കാം. ഉപ്പ് നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. 1/2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിലേക്കാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് വെള്ളം കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുപ്പി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുപ്പിയുടെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ കുപ്പി ഒന്ന് അടച്ചെടുക്കാം. മഞ്ഞക്കറിയും തുരുമ്പ് കറിയൊക്കെ പിടിച്ച് ക്ലോസറ്റിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുപ്പിയിൽ ഈ സൊല്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് ക്ലോസറ്റിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് കുപ്പിയിലോ സ്പ്രേ ബോട്ടിലിലോ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. ക്ലോസറ്റിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, ബ്രഷ് വെച്ച് ഉരയ്ക്കാതെ തന്നെ ക്ലോസറ്റ് നല്ല പാല് പോലെ വെളുത്തിരിക്കുന്നത്. നമ്മളുണ്ടാക്കി ഈ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് 20 മിനിറ്റിന് ശേഷം വെറുതെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം മതി. ബ്രഷ് ഇട്ടൊരയ്ക്കാതെ തന്നെ, കൈ വേദനിക്കാതെ, ഒട്ടും വെറുപ്പ് തോന്നാതെ തന്നെ നമ്മുടെ ക്ലോസറ്റ് നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങും. പിന്നെ ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബാത്റൂം ടൈൽസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളും കറകളൊക്കെ അലിയിച്ച് കളയാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത്. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലെയും വാഷ് ബേസിനിലൊക്കെ കറകളും അഴുക്കുകളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാനും ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി. ഉപ്പ് കൊണ്ടുള്ള ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.